മധ്യപൂർവേഷ്യൻ യുദ്ധമുഖത്ത് പുതിയ അശാന്തിയും വൻ ആശങ്കകളും വിതച്ചുകൊണ്ട് ചുവന്ന കടൽ വീണ്ടും അതിരൂക്ഷമായ ഒരു പോരാട്ട ഭൂമിയായി മാറിയിരിക്കുകയാണ്. യമനിലെ ഇറാൻ അനുകൂല ഹൂതി വിമതർ സൗദി അറേബ്യയുടെ നിർണായകമായ 2 ഭീമൻ എണ്ണക്കപ്പലുകൾക്ക് നേരെ നടത്തിയ മാരകമായ ഡ്രോൺ മിസൈൽ ആക്രമണമാണ് മേഖലയിലെ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളെ കൂടുതൽ വഷളാക്കിയിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ വൻ ചലനങ്ങൾ ഉണ്ടാക്കാൻ പോന്ന ഈ കടലാക്രമണം സമാധാന ചർച്ചകളുടെ സകല സാധ്യതകളെയും തല്ലിക്കെടുത്തി പ്രദേശത്തെ ഒരു പുതിയ പൂർണ്ണ തോതിലുള്ള സൈനിക ഏറ്റുമുട്ടലിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ്. സൗദി അറേബ്യയ്ക്ക് മേൽ തങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള കടൽ ഉപരോധം ലംഘിച്ചുവെന്നാരോപിച്ചാണ് ഹൂതി പ്രസ്ഥാനം ഈ കടുത്ത ആക്രമണം അഴിച്ചുവിട്ടത്. ചുവന്ന കടലിലൂടെ സഞ്ചരിക്കുകയായിരുന്ന 2 എണ്ണ കപ്പലുകളെ ലക്ഷ്യമിട്ട് തങ്ങൾ അത്യാധുനിക മിസൈലുകളും ആത്മഹത്യാ ഡ്രോണുകളും വിക്ഷേപിച്ചതായി ഹൂതി സൈനിക വക്താവ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. തങ്ങളുടെ ഉപരോധ നിർദ്ദേശങ്ങൾ അവഗണിക്കുന്ന ഏത് വിദേശ കപ്പലുകൾക്കും ഇതേ ഗതി തന്നെയായിരിക്കും വരാൻ പോകുന്നതെന്ന കടുത്ത മുന്നറിയിപ്പും അവർ ലോകരാഷ്ട്രങ്ങൾക്ക് നൽകി കഴിഞ്ഞു. അന്താരാഷ്ട്ര നാവിക സുരക്ഷാ ഏജൻസികളും ചുവന്ന കടലിൽ എണ്ണ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായതായും തീപിടുത്തം റിപ്പോർട്ട് ചെയ്തതായും സ്ഥിരീകരിച്ചിട്ടുണ്ട്. തന്ത്രപ്രധാനമായ ബാബൽ മന്ദേബ് കടലിടുക്കിന് സമീപം വെച്ചാണ് കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായത്. മിസൈൽ പതിച്ചതിനെ തുടർന്ന് കപ്പലുകളിൽ വൻതോതിൽ പുക ഉയർന്നതായും രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായും അന്താരാഷ്ട്ര സുരക്ഷാ ഏജൻസികളുടെ പ്രാഥമിക വിവരങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. സൗദി അറേബ്യയും ഹൂതികളും തമ്മിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി നിലനിൽക്കുന്ന തൽക്കാല ശാന്തതയെ പൂർണ്ണമായും തകർത്തുകൊണ്ടാണ് ഈ പുതിയ ആക്രമണങ്ങൾ അരങ്ങേറിയത്. റിയാദും യമനിലെ ഹൂതി ഭരണകൂടവും തമ്മിൽ സമാധാനപരമായി അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ അയൽ രാജ്യങ്ങളും അന്താരാഷ്ട്ര സമൂഹവും നടത്തുന്ന ശ്രമങ്ങൾക്ക് ലഭിച്ച കനത്ത തിരിച്ചടിയാണ് ഈ സംഭവം. മേഖലയിലെ സൗദി അറേബ്യയുടെ നിർണായക പങ്കിനെ ചോദ്യം ചെയ്യുന്നതാണ് ഹൂതികളുടെ ഈ നീക്കം. ലോകത്തെമ്പാടുമുള്ള എണ്ണ വിതരണ ശൃംഖലയുടെ നട്ടെല്ലായ ചുവന്ന കടലിലെ ഈ ആക്രമണം ആഗോള ഊർജ്ജ വിപണിയെ വൻതോതിൽ പ്രകമ്പനം കൊള്ളിച്ചിട്ടുണ്ട്. ലോകത്തെ ആകെ അസംസ്കൃത എണ്ണയുടെ വലിയൊരു ശതമാനവും കടന്നുപോകുന്ന തന്ത്രപ്രധാന പാതയാണിത്. സമാധാനപരമായ കപ്പൽ ഗതാഗതത്തിന് ഭീഷണി ഉയർത്തുന്നതോടെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരാൻ തുടങ്ങി. ഇത് ആഗോള സാമ്പത്തിക മേഖലയിൽ വീണ്ടും പണപ്പെരുപ്പ ഭീഷണി ഉയർത്തുന്നുണ്ട്. ഹൂതികളുടെ ഈ പുതിയ കടലാക്രമണ തന്ത്രങ്ങൾക്ക് പിന്നിൽ ഇറാന്റെ ശക്തമായ പിന്തുണയും നിർദ്ദേശങ്ങളും ഉണ്ടെന്നാണ് പാശ്ചാത്യ രാജ്യങ്ങളും സൈനിക വിദഗ്ധരും വിലയിരുത്തുന്നത്. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയ്ക്കും അവരുടെ സഖ്യകക്ഷികൾക്കുമെതിരെ ഇറാൻ നടത്തുന്ന നിഴൽ യുദ്ധത്തിന്റെ ഭാഗമായാണ് ഹൂതികൾ ചുവന്ന കടലിലെ വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിടുന്നത്. ഇറാന്റെ പരോക്ഷമായ ഈ നീക്കങ്ങൾ പ്രാദേശിക യുദ്ധത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കാൻ മാത്രമാണ് ഉപകരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ നാവികപാതകളിൽ ഒന്നായ ചുവന്ന കടൽ സുരക്ഷിതമല്ലാതായി മാറിയതോടെ പ്രമുഖ ഷിപ്പിംഗ് കമ്പനികൾ തങ്ങളുടെ കപ്പലുകളുടെ പാത മാറ്റാൻ നിർബന്ധിതരായിരിക്കുകയാണ്. ആഫ്രിക്കൻ വൻകര ചുറ്റി വളഞ്ഞു പോകുന്ന ഗുഡ് ഹോപ്പ് മുനമ്പ് വഴിയുള്ള ദീർഘദൂര പാത തിരഞ്ഞെടുക്കാൻ കമ്പനികൾ നിർബന്ധിതരാകുമ്പോൾ ചരക്ക് കൂലി ഗണ്യമായി വർദ്ധിക്കുകയും ഉൽപ്പന്നങ്ങളുടെ വിതരണം മാസങ്ങളോളം വൈകുകയും ചെയ്യുന്നു. തങ്ങളുടെ സാമ്പത്തിക തലസ്ഥാനങ്ങളെയും നിർണായക എണ്ണ ശേഖരങ്ങളെയും സംരക്ഷിക്കേണ്ടത് സൗദി അറേബ്യയുടെ നിലനിൽപ്പിന് തന്നെ അത്യന്താപേക്ഷിതമാണ്. ഹൂതികൾ നടത്തിയ ഈ വൻ ആക്രമണത്തിന് മുന്നിൽ സൗദി ഭരണകൂടത്തിന് നിശബ്ദമായിരിക്കാൻ കഴിയില്ല. ശക്തമായ സൈനിക പ്രത്യാക്രമണത്തിന് സൗദി സഖ്യസേന മുതിർന്നാൽ അത് യമനിൽ വീണ്ടും കടുത്ത മാനുഷിക ദുരന്തത്തിനും നാശനഷ്ടങ്ങൾക്കും വഴി തുറക്കും. മധ്യപൂർവേഷ്യയിൽ ഇതിനകം തന്നെ പുകയുന്ന വലിയ സംഘർഷങ്ങൾക്ക് കൂടുതൽ ആക്കം കൂട്ടുന്നതാണ് ഈ പുതിയ അന്തരീക്ഷം. ചുവന്ന കടലിലെ സുരക്ഷ തകരുമ്പോൾ അത് വെറും ഒരു 2 രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമായി ഒതുങ്ങുന്നില്ല. മറിച്ച് യൂറോപ്പ്, ഏഷ്യ, അമേരിക്കൻ വൻകരകളെ ഒരുപോലെ ബാധിക്കുന്ന ആഗോള പ്രതിസന്ധിയായി അത് വലിപ്പപ്പെടുകയാണ്. സൗദി എണ്ണക്കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് അന്താരാഷ്ട്ര നാവികസേനകൾ പ്രദേശത്ത് പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയുടെയും സഖ്യശക്തികളുടെയും യുദ്ധക്കപ്പലുകൾ ചുവന്ന കടലിൽ വിന്യസിക്കപ്പെടുന്നുണ്ടെങ്കിലും ഹൂതികളുടെ ഡ്രോൺ മിസൈൽ ഭീഷണികളെ പൂർണ്ണമായി പ്രതിരോധിക്കാൻ അവർക്കും സാധിക്കുന്നില്ല എന്നത് സുരക്ഷാ ഏജൻസികളെ ആശങ്കയിലാക്കുന്നു. വളരെ ചെലവ് കുറഞ്ഞ ആത്മഹത്യാ ഡ്രോണുകളും കടൽ ഉപരിതലത്തിലൂടെ പോകുന്ന ബോട്ട് മിസൈലുകളും ഉപയോഗിച്ച് കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന വൻകിട എണ്ണക്കപ്പലുകളെ തകർക്കുക എന്ന തന്ത്രമാണ് ഹൂതികൾ ഇവിടെ പയറ്റുന്നത്. പരമ്പരാഗത സൈനിക വ്യൂഹങ്ങൾക്ക് പോരാടാൻ ബുദ്ധിമുട്ടുള്ള ഇത്തരം അപരിചിത യുദ്ധമുറകൾ നാവിക മേഖലയിൽ വലിയ വെല്ലുവിളിയാണ് ഉണ്ടാക്കുന്നത്.
ചുവന്ന കടലിലെ ആക്രമണം വഴി ആഗോള വിപണിയിലേക്ക് ആവശ്യമായ എണ്ണ സമയത്തിനെത്തിക്കാൻ കഴിയാതെ വന്നാൽ അത് ഏഷ്യൻ രാജ്യങ്ങളെയും വികസ്വര രാജ്യങ്ങളെയുമായിരിക്കും ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുക. ഇന്ത്യ ഉൾപ്പെടെയുള്ള എണ്ണ ഇറക്കുമതി രാജ്യങ്ങൾക്ക് ഇത് ഇറക്കുമതി ചെലവ് വർദ്ധിപ്പിക്കുകയും ആഭ്യന്തര വിപണിയിൽ ഇന്ധനവില വർധനവിന് കാരണമാവുകയും ചെയ്യും. ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി അന്താരാഷ്ട്ര നാവിക നിയമങ്ങളെയും സിവിലിയൻ ചരക്കു കപ്പലുകളുടെ സുരക്ഷയും ഹൂതി പ്രസ്ഥാനം പൂർണ്ണമായും കാറ്റിൽ പറത്തുകയാണെന്ന് അന്താരാഷ്ട്ര സമൂഹം വിമർശിക്കുന്നുണ്ട്. ഇത്തരം അനധികൃത കടൽ ഉപരോധങ്ങളും ആക്രമണങ്ങളും അനുവദിച്ചു നൽകിയാൽ അത് ഭാവിയിൽ അന്താരാഷ്ട്ര സമുദ്ര വാണിജ്യത്തിന് വലിയ ഭീഷണിയായി മാറും. നിലവിലെ വരിഞ്ഞു മുറുകുന്ന സാഹചര്യം ഒഴിവാക്കാൻ ഐക്യരാഷ്ട്രസഭയും മുൻനിര ആഗോള ശക്തികളും അടിയന്തരമായി ഇടപെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ചുവന്ന കടലിലൂടെയുള്ള സമാധാനപരമായ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനും പ്രദേശത്ത് വെടിനിർത്തൽ നടപ്പിലാക്കാനും നയതന്ത്ര തലത്തിൽ ശക്തമായ സമ്മർദ്ദം ഉണ്ടാകേണ്ടതുണ്ട്. സെൻസിറ്റീവായ ഈ ഘട്ടത്തിൽ സൗദി അറേബ്യയുടെ അടുത്ത നീക്കം എന്തായിരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും മധ്യപൂർവേഷ്യയുടെ ഭാവി. നയതന്ത്രപരമായ സംയമനം പാലിക്കുമോ അതോ ഹൂതി താവളങ്ങൾക്ക് നേരെ അതിശക്തമായ ബോംബാക്രമണങ്ങളിലൂടെ തിരിച്ചടിക്കുമോ എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. അനാവശ്യമായ ഇത്തരം ആക്രമണങ്ങളും യുദ്ധക്കൊതിയും മൂലം വലിയൊരു ആഗോള സാമ്പത്തിക ഊർജ്ജ പ്രതിസന്ധിയുടെ വക്കിലാണ് ലോകമെന്ന് നിൽക്കുന്നത്. സമുദ്രപാതകളുടെ സുരക്ഷ ഉറപ്പുവരുത്താനും മേഖലയിൽ ശാശ്വത സമാധാനം കൊണ്ടുവരാനും ലോകരാഷ്ട്രങ്ങൾ ഒന്നിച്ച് അടിയന്തര നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഈ തീപ്പൊരി പടർന്നു പിടിച്ച് വലിയൊരു ആഗോള ദുരന്തത്തിലേക്ക് വഴിമാറുമെന്ന കാര്യത്തിൽ സംശയമില്ല.